ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളേ നിന്നെ ഓർമ്മ വരും. അപ്പം ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു സൗന്ദര്യത്തെ പറ്റിയിട്ട് കവികൾ വാഴ്ത്തി പാടിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ശംഖുപുഷ്പം വളരെ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റാണ്. ഇപ്പം നമ്മൾ ബ്ലൂ ടീ എന്ന് പറഞ്ഞപ്പോൾ ഫേമസ് ആയിട്ട് ആമസോണിലൊക്കെ ഉള്ളത് ഈ ശംഖുപുഷ്പം ഉണക്കി പൊടിച്ച പൗഡറാണ്. പിന്നെ ഒരു ഔഷധ സസ്യമാണ്. ഇതിൻ്റെ തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. ശംഖുപുഷ്പത്തിൻ്റെ പല വേരിയേഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ മതിലിൻ്റെ മേളിലിങ്ങനെ പടർത്തിയിട്ടുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് കിടക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇതിന് ഒരു വലിയ ഗുണമുള്ള നെഗറ്റീവ് എനർജി റിപ്പല്ലറാണ്. ശരിക്കും ഒരു പോസിറ്റീവ് വൈബ് നമുക്കിത് കാണുമ്പം തന്നെ ഉണ്ടാവും. അപ്പം നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഒരു ശംഖുപുഷ്പം നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ ഒത്തിരി ഗുണമുണ്ട്. ഈ പച്ചയും ബ്ലൂവും തമ്മിലുള്ള ആ കോമ്പിനേഷൻ കളറ് നമുക്ക് ഒത്തിരി ഒരു മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്ന ഒരു കളർ കോമ്പിനേഷനാണ്. ഞാനിവിടെ നട്ടേക്കുന്നതുകൊണ്ട് എല്ലാവർക്കും വരുന്നവർക്കെല്ലാം ഇതിഷ്ടമാണ് ഇങ്ങനെ കാണുന്നത്. ആയുർവേദ ഹോസ്പിറ്റലിലൂടെ ആയതുകൊണ്ട് ശംഖുപുഷ്പമൊക്കെ ഇങ്ങനെ വയ്ക്കുമ്പം ഒരു മെഡിസിനൽ ഒരു വാല്യൂ ഇതിന് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ചെടികളൊക്കെ നട്ടേക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ പല വേരിയേഷനുണ്ട്. വൈറ്റ് പൂക്കളുണ്ടായി വരുന്നതേ ഉള്ളൂ. വൈറ്റ് ഒറ്റ ലെയറാണ്. അപ്പം പിന്നെ ഇതിൻ്റെ പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇവിടെ വരെ എത്തിയുള്ളൂ. ഇനിയിപ്പം നിറയെ പൂക്കളുണ്ടാകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പം ഇതിൻ്റെ മെഡിസിനൽ വാല്യൂ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനെ ഒരുപാട് എഫക്റ്റ് ചെയ്യുന്ന ഒരു സസ്യമാണിത്. അപ്പോൾ ഈ ബ്ലൂ ടീ ഒക്കെ കുടിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനെ കൂളാക്കും. അതുപോലെ നമ്മുടെ മെമ്മറി ലോസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ്. ഡീജനറേഷൻ ഉണ്ടായ ബ്രെയിനിന് സെൽസിനെ അത് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. അത് ആയുർവേദത്തിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വേരിനാണ് കൂടുതൽ ഗുണമെന്ന് പറയുന്നു. പൂക്കളാണിപ്പം നമ്മൾ സാധാരണ ആമസോണിലൊക്കെ കാണുന്ന ബ്ലൂ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണക്കി പൊടിച്ചിട്ടാണ്, നല്ലോണം ഡ്രൈ ആക്കി പൊടിച്ചിട്ടാണ്. അപ്പോൾ നല്ല വിലയുണ്ട് ഇതിൻ്റെ ആ പൗഡറിന്. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ചെടി നടുവാണെങ്കിൽ നമുക്ക് തന്നെത്താനെ ഇത് ഉപയോഗിക്കാം. രാവിലെ നമ്മൾ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നതിന് പകരം ഇതിൻ്റെ ഒരു ടീ കുടിക്കുവാണെങ്കിൽ നമ്മൾക്ക് ഒത്തിരി ഗുണമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇത് നട്ടുപിടിപ്പിക്കണം. അതുമാത്രമല്ല, ഭംഗിക്കും ഒരു അലങ്കാര ചെടിയായിട്ട് ഉപയോഗിക്കാനും നല്ലൊരു പ്ലാന്റാണ് ശംഖുപുഷ്പം. ഇഷ്ടപ്പെട്ടോ? നമ്മുടെ വീട്ടിൽ ഗേറ്റ് കടന്ന് വരുന്നപ്പോഴാണ് ഞാനിങ്ങനെ നട്ടു വളർത്തിയത്. അപ്പുറത്ത് പിന്നെ അകത്തോട്ടുള്ള പ്ലാന്റ്സിൻ്റെ എല്ലാം കൂട്ടത്തിൽ ഇത് വളർന്നിട്ടുണ്ട്. നമുക്കെപ്പോഴും ആവശ്യമുള്ളൊരു പ്ലാന്റും കൂടാണ്. ഈ വൈറ്റ് ശംഖുപുഷ്പത്തിൻ്റെ വേരാണ്, അതായത് നമ്മൾ പറയത്തില്ലേ പിന്നെ വിഷാംശത്തെ കളയാനായിട്ടുള്ളത്. നമ്മുടെ ഉദരത്തിലുള്ള വിഷാംശത്തെ കളയാൻ വേണ്ടി ഇതിൻ്റെ വേരരച്ചാണ് കൊടുക്കുന്നതെന്നാണ് പറയുന്നത്. അതൊരു വൈദ്യൻ്റെ ഇംഗിതത്തോടു കൂടി മാത്രമേ ചെയ്യാവുള്ളൂ. വൊമിറ്റിംഗ് ഒക്കെ